പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ ഏഴയ്ക്ക് വീണ്ടും ഒരു പങ്കാളിയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം ഒരുക്കിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരും എല്ലാ ദിവസങ്ങളിലും തിരുവചനത്തിലൂടെ ആവശ്യമായ ദൈവിക ആലോചന അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാരെ ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് അല്പനിമിഷങ്ങൾ വീണ്ടും തിരുവചനത്തിൽ നിന്നും ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എളിവൻ നൽകിയ അവസരത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾ അടിയൻ സംസാരിച്ചത് അന്യഭാഷ എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്തോത്രം. അതേ വിഷയം തന്നെ ഇന്നും നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ സംസാരിച്ചതിനോട് ചേർന്ന് ചില യാഥാർത്ഥ്യങ്ങളും കൂടെ സംസാരിക്കേണ്ടതിന് ആഗ്രഹിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കുക. സ്തോത്രം. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ശരിക്കും പരിശോധിച്ച് അതിൻ്റെ വ്യക്തമായിട്ടുള്ള സത്യം തിരിച്ചറിഞ്ഞ് ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത്യകാലമാണ്. കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് നമ്മോട് അടുത്തിരിക്കുമ്പോൾ സ്തോത്രം, ശത്രുവാകുന്ന പിശാച് അവൻ്റെ സകല ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായി, ആത്മീയ പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായി നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് വൃതനെയും തെറ്റിക്കുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. അത് പല തന്ത്രങ്ങളിലൂടെ ആയിരിക്കുവാൻ അതിന് അവസരങ്ങൾ കണ്ടെത്തുക. ദൈവമക്കൾ കാര്യാദികൾ തിരിച്ചറിഞ്ഞ് സത്യം ഏതെന്ന് മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലനിൽക്കണം. സ്തോത്രം. മറ്റ് യാതൊരു വിധമാകുന്ന പാരമ്പര്യങ്ങൾക്കോ ചട്ടക്കൂടുകൾക്കോ ഒന്നിനും നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് നാം നിലകൊള്ളേണ്ടതും ആവശ്യമാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾ അന്യഭാഷ എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുവാനിടയായി തീർന്നു. പലരും അതിനെ പ്രതികരിച്ചുകൊണ്ട് ഇളയവനെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. സ്തോത്രം. പലർക്കും പലവിധത്തിലുള്ളതായ സംശയങ്ങളാണ്. എങ്കിലും സംശയങ്ങൾ നീക്കി യാഥാർത്ഥ്യം ഗ്രഹിച്ചു പോകുന്നതിന് വേണ്ടിയല്ല അധികം ആളുകളും ചിന്തിക്കുന്നത്. തങ്ങൾ പഠിച്ചതും പഠിപ്പിക്കുന്നതുമായ വസ്തുതകളെ സ്തോത്രം യാഥാർത്ഥ്യങ്ങളാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് കൂടുതലും ആളുകൾ. എന്നാൽ അപ്രകാരമുള്ളതായ ചിന്താഗതിക്കാരായ മാന്യ സുഹൃത്തുക്കളോട് ഇളയവന് സംസാരിക്കുവാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയേണ്ടതിന്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടാതെ ദൈവവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുവാൻ ഒരു മനുഷ്യർക്കും കഴിയുന്നതല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് ഓരോരുത്തർക്കും ദൈവവചനത്തിൻ്റെ സത്യം ഗ്രഹിക്കുവാൻ ആവശ്യമായിരിക്കുന്നത്. അതിന് ശരിക്കും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് മാനസാന്തരമാണ് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത്. മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും ദൈവാത്മാവിൻ്റെ ശക്തി ലഭിക്കുകയില്ല. ദൈവാത്മാവിൻ്റെ ശക്തി ലഭിക്കാതെ വണ്ണം ദൈവവചനത്തിൻ്റെ സത്യം ഗ്രഹിക്കുവാനും കഴിയുന്നതല്ല. അതുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഏവരിലും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ളതായ ഒരു അനുഭവത്തിലൂടെ ഈ അന്ത്യനാളുകളിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഓരോരുത്തരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നാഥൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അന്യഭാഷ എന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ചതിൻ്റെ തുടർഭാഗങ്ങൾ അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇത് ശ്രദ്ധിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ നാമക്കാരുടെ ഉപദേശമാണ് എന്ന് സ്തോത്രം പലരും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ നാമക്കാരായിരിക്കുന്നവരുടെ ഉപദേശമാണ് എന്ന് വിലയിരുത്താതെ വേദപുസ്തകത്തിൻ്റെ യാഥാർത്ഥ്യമാണോ സംസാരിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു സൂക്ഷ്മ പരിശോധന ആവശ്യമായിരിക്കുന്നത്. അങ്ങനെയുള്ളതായ പരിശോധനയിലൂടെ സംസാരിക്കപ്പെടുന്നതായ വിഷയങ്ങൾ ദൈവവചനവുമായിട്ട് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ടുള്ളതും യോഗ്യമായിട്ടുള്ളതുമാണ് എന്ന് മനസ്സിലാക്കുന്നവർ തീർച്ചയായിട്ടും അതിനനുസരണമായിട്ട് തങ്ങളെ തന്നെ കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട് സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, നിത്യരാജ്യം അവകാശമാക്കുക. സ്തോത്രം, കർത്താവ് വരാറായി എന്ന കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കുക. ഇന്നത്തെ ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വളരെ വ്യക്തമായിട്ടും നമ്മോട് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. യെശയ്യാവിൻ്റെ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യഭാഗങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇത് പഴയ നിയമത്തിൽ അന്യഭാഷ എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിരിക്കുന്ന 1-2 വാക്യഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഈ വേദഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്നവർ പറയുന്നു. അതെ, വിക്ക് പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിക്ക് പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും എന്ന് പറഞ്ഞാൽ, ജീവനുള്ള ദൈവത്തിൻ്റെ വഴികളെ വിട്ട് ജാതികളുടെ മാർഗം സ്വീകരിച്ച് ലോകത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം യഥാർത്ഥത്തിൽ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ ന്യായം വിധിക്കുന്ന ഒരവസ്ഥയാണ്. അവരെ ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോവുകയും അവരുടെ ഭാഷകളിൽ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുമ്പോൾ അവർക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയാത്തതും അവർക്കത് അന്യ ഭാഷയായി തീരുന്നതും സ്തോത്രം അത്തരത്തിലുള്ളതായ ഒരനുഭവം അവർക്കുണ്ടാകുമെന്നുള്ളത് കർത്താവ് സംസാരിക്കുകയാണ് പ്രവാചകനിലൂടെ. മറ്റൊരു വാക്യഭാഗം കൂടെ പഴയ നിയമത്തിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ പറയുകയാണ്: യഹോവ ദൂരത്തു നിന്ന്
ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിന്റെ മേൽ വരുത്തും. അവർ നീ അറിയാത്ത ഭാഷ സംസാരിക്കുന്ന ജാതിയാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നീ അറിയാത്ത അന്യഭാഷയിൽ അവർ നിന്നോട് സംസാരിക്കും. ദൈവം അവരെ നിനക്കെതിരായി കൂട്ടി വരുത്തുന്നതാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനത്തിൻ്റെ നിർമ്മലമാകുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുകയും ദൈവകൽപ്പനകൾ പ്രമാണിക്കുകയും ചെയ്യുവാൻ തയ്യാറാകാതെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം മനുഷ്യൻ്റെ മേൽ കടന്നു വരുവാനുള്ളതായ എല്ലാ സാധ്യതകളുമുണ്ട്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് പറഞ്ഞിരുന്നാലും ദൈവത്തെ അനുസരിക്കാതെ ഉള്ളതായ തങ്ങളുടെ പോക്ക് ദൈവം ഒരിക്കലും സഹിക്കുന്നതായ കാര്യമല്ല. ദൈവത്തിന് അതിൽ അനിഷ്ടമുണ്ട്. അനിഷ്ടമുള്ളപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അത് പല നിലകളിലാണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധി അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്നും ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവവചനം അനുശാസിക്കുന്ന വിധത്തിലുള്ളതായ ഒരു ആത്മീയ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയാതെ നമ്മുടെ സ്വന്തം താല്പര്യത്തിനോ അല്ലെങ്കിൽ നാം നിൽക്കുന്നതായ ആ സംഘടനാ വിഭാഗങ്ങളുടെ ചട്ടക്കൂടുകൾ അനുസരിച്ചോ ഒക്കെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വിജയകരമാകുന്നൊരു അനുഭവമായിരിക്കുകയില്ല. വലിയ വലിയ പരാജയങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യമാണ്. പുതിയ നിയമത്തിൽ അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സംസാരിക്കുവാൻ താല്പര്യപ്പെട്ടത്. സ്തോത്രം. നമ്മുടെ പഠന വിഷയമായ അന്യഭാഷ എന്ന വിഷയം പുതിയ നിയമത്തിൽ 7 അധ്യായങ്ങളിലാണ് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നത്. ചുരുക്കം ചില വിവരണങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അന്യഭാഷ എന്ന് കേൾക്കുമ്പോൾ ബൈബിളിലെ മുഖ്യ വിഷയം അതാണ് എന്ന നിലയിലാണ് ചിലരുടെ പ്രകടനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് ആത്മസ്നാനത്തിൻ്റെയും ആത്മാഭിഷേകത്തിൻ്റെയും ഒക്കെ അടയാളമായിട്ടാണ് സ്തോത്രം ചിലർ അന്യഭാഷയെ കാണുന്നതായിട്ട് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. അതിൻ്റെ വസ്തുതകൾ നമ്മൾ തിരിച്ചറിയുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ചിന്തയിലൂടെ നാം ആഗ്രഹിക്കുന്നത്. പല പേരുകളിൽ അന്യഭാഷയെ പുതിയ നിയമത്തിൽ വിളിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനാധാരമായി ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യഭാഗത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന സ്തോത്രം ആ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവാനുള്ളതായ ആഹ്വാനം നൽകുന്നതിനോട് ചേർന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു ഭാഗമാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. ഇവിടെ അന്യഭാഷയെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പുതുഭാഷകളിൽ സംസാരിക്കുമെന്നാണ്. സ്തോത്രം. എൻ്റെ നാമത്തിൽ ആണ് അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നതും പുതുഭാഷകളിൽ സംസാരിക്കുവാനിടയായിത്തീർന്നത് എന്ന് കർത്താവ് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുവാനിടയായിത്തീർന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗം ലോകത്തിലാദ്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ആ മാർക്കോസിൻ്റെ മാളിക മുറിയിലേക്ക് ഇറങ്ങി വന്നതായ ആ ദിവസത്തെ അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി
ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവരിൽ നിറയപ്പെട്ട ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെയാണ് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ കാരണം, അന്യഭാഷയെ സംബന്ധിച്ച് മറ്റ് ചില തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തുന്നതായ ആളുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ ദൈവവചന വിരുദ്ധമാണെന്നും മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടി അത് ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമാണ്. അതേക്കുറിച്ച് പിന്നീടും ഞാൻ സംസാരിക്കുന്നതാകൊണ്ട് അത് അധികമായിട്ട് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറഞ്ഞത് പുതുഭാഷകളിൽ സംസാരിക്കുമെന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഇവിടെ ചില വരങ്ങൾ നീങ്ങിപ്പോകുമെന്നുള്ളതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ അതിലൊരു വരം ഭാഷാപരമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അന്യഭാഷയ്ക്ക് ഇവിടെ ഭാഷാപരമെന്നാണ് സ്തോത്രം കർത്താവിൻ്റെ ദാസൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹം ഉതിർന്നു പോകാതെ നിൽക്കുന്ന ഒന്ന് മാത്രമാണ് സ്നേഹം. ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ കാണുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും വളരെ പ്രാധാന്യമുള്ളതാണ്. എങ്കിലും അവയിൽ ഏറ്റവും വലുത് സ്നേഹമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. കാരണം അത് സ്നേഹം എല്ലാത്തിലും വലുതാണ് എന്ന് പറയുവാൻ കാരണം സ്നേഹം ദൈവമാണ്. അതുകൊണ്ടാണ്. സ്തോത്രം. പ്രവചനപരം അത് നീങ്ങിപ്പോകുന്നതാണ്, ഭാഷാപരം അത് നിന്നു പോകുന്നതാണ്, ജ്ഞാനപരം അത് നീങ്ങിപ്പോകുന്നതാണ്. സ്തോത്രം. എന്നാൽ നീങ്ങിപ്പോകാത്ത യഥാർത്ഥമായൊരു കാര്യം എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭാഷാപരം എന്നാണ്. സ്തോത്രം. പുതുഭാഷ എന്നും അന്യഭാഷ എന്നും ഭാഷാപരമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യഭാഗത്തിൽ, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം, ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. മറ്റൊരുവന്, വേറൊരുവന് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ആശയങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. സ്തോത്രം. അതും നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പലവിധ ഭാഷകൾ എന്നാണ്. മറ്റ് 2-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ പുതുഭാഷകളെന്നും അന്യഭാഷയെന്നും വിവിധ ഭാഷാപരങ്ങളെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാൻ കഴിയും. ഇവിടെ എഴുതിയിരിക്കുന്ന പലവിധ ഭാഷകളെന്നാണ്. അങ്ങനെ അന്യഭാഷയെ തന്നെ പല നിലകളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-17 അധ്യായങ്ങളിലും, സ്തോത്രം, 16-ന്റെ 17-ാമത്തെ വാക്യത്തിലും, അപ്പോസ്തല പ്രവൃത്തികളിൽ 2, 10, 19 അധ്യായങ്ങളിലും, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12, 13, 14 അധ്യായങ്ങളിലും മാത്രമാണ് അന്യഭാഷയെക്കുറിച്ച് പരാമർശമുള്ളതായി കാണുവാൻ കഴിയുന്നത്. 7 ഇടങ്ങളിലാണ്
അന്യഭാഷയെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. പുതുഭാഷകൾ എന്ന് കർത്താവ് അന്യഭാഷയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. പുതുഭാഷകൾ എന്ന് പറഞ്ഞാൽ ചിലർ പഠിപ്പിക്കുന്നത് പോലെ സ്വർഗീയ ഭാഷയോ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത അവ്യക്തമായ ശബ്ദോച്ചാരണങ്ങളോ ഒന്നുമല്ല. നമ്മുടെ സ്വന്തമല്ലാത്തതും അതുവരെ നാം പഠിച്ച് പരിചയമില്ലാത്തതുമായ പുതിയ ഭാഷകൾ എന്നാണ് അതിനർത്ഥമാക്കുന്നത്. കാരണം നമ്മുടെ മാതൃഭാഷയ്ക്ക് പുറമേ നാം പരിചയിച്ചിട്ടില്ലാത്ത, നമ്മൾ സംസാരിച്ചിട്ടില്ലാത്ത, നമുക്കറിയാത്ത ഒരു ഭാഷ നാം സംസാരിക്കുവാനിടയാകുമ്പോൾ ആ ഭാഷയെ പുതുഭാഷ എന്നാണ് ഇവിടെ സംബോധന ചെയ്ത് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഭാഷാപരം ലഭിച്ച ഒരു വ്യക്തിക്ക് അതൊരു പുതിയ ഭാഷ, സ്തോത്രം, പുതിയ ഭാഷയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ലോകത്തിൽ ഉള്ള ഭാഷ തന്നെയാണ്. സ്തോത്രം. ലോകത്തിലില്ലാത്ത ഏതെങ്കിലും ഭാഷയല്ല പുതുഭാഷ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി സംസാരിക്കുന്നത് ലോകത്തിലുള്ള അനേകായിരം ഭാഷകളുള്ളതിൽ ഏതെങ്കിലും ഒരു ഭാഷയാണ് സംസാരിക്കുവാനിടയായി തീർന്നത് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ആദ്യ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോടു കൂടിയാണ് വന്നത് എന്ന് പഠിപ്പിക്കുന്ന ചില ആളുകൾ സമൂഹത്തിലുണ്ട്, പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ളതായ പഠിപ്പിക്കലിനെ സംബന്ധിച്ച് അതിൻ്റെ വചനസത്യം നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 3 ഇടങ്ങളിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചതായി പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയപ്പെട്ടിരിക്കുന്നതും മറ്റു ചിലർ പഠിപ്പിക്കുന്നതുമായ വൈരുദ്ധ്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ചില വ്യക്തികൾ ആദ്യ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അന്യഭാഷ അടയാളത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവ് വന്നതെന്നും മറ്റുള്ളവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് അങ്ങനെയാണ് എന്നൊക്കെ പറയുകയും പരിശുദ്ധാത്മാവ് വന്ന സമയങ്ങളിലെല്ലാം അന്യഭാഷകളിൽ സംസാരിച്ചിരുന്നു എന്നും പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമക്കാരുടെ ഇടയിലുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയാൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗത്തിലാണല്ലോ പരിശുദ്ധാത്മാവ് ആദ്യമായി സ്തോത്രം വിശുദ്ധന്മാരുടെ മേൽ വന്നതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ആ സംഭവം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമുക്ക് കാണുവാൻ കഴിയുന്നത്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്.
സ്തോത്രം. അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നത് കൊണ്ട് അതിനെ ആരംഭം മുതലുള്ളതായ കാര്യങ്ങളൊന്നും വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ആദ്യമായി കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ മേൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവം ഇതാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ വിശുദ്ധന്മാരുടെ മേൽ വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരിൽ നിറയപ്പെട്ട ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെയാണ് അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങിയത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അന്യഭാഷകളിൽ സംസാരിക്കുവാനുള്ളതായ ആ കൃപ അവർക്ക് നൽകുവാനിടയായി തീർന്നത്, അഥവാ വരം അവർക്ക് നൽകുവാനിടയായി തീർന്നത്. സ്തോത്രം. കൃപാവരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴെല്ലാം അവിടെയെല്ലാം ഒരേ ആത്മാവിൽ നിന്നാണല്ലോ വിവിധ വരങ്ങളെ ദൈവം നൽകിയതായിട്ട് വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞപ്പോൾ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ വരം നൽകിയതുപോലെയാണ് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. രണ്ടാമത്തെ വിഷയം അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 44-45 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ വാക്കുകൾ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പത്രോസ് ദൈവവചനം സംസാരിച്ചത് കേട്ടപ്പോൾ തന്നെ വചനം കേട്ടവരായ കൊർന്നല്യോസിൻ്റെ ഭവനക്കാരുടെ സകലരുടെ മേലും പരിശുദ്ധാത്മാവ് വരുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് വന്ന ശേഷം അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവാണ് അവർക്ക് അന്യഭാഷകളിൽ സംസാരിക്കുവാനുള്ളതായ ആ കൃപ നൽകുവാനിടയായി തീർന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. മറ്റൊരു കാര്യം, മൂന്നാമത്തെ വിഷയം അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യഭാഗമാണ്. സ്തോത്രം. അത് അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തിയതിനെ സംബന്ധിച്ചും അവിടെ ചില ശിഷ്യന്മാരെ കാണുവാനിടയായി തീർന്നു. അവരെ കണ്ടിട്ട് പൗലോസിന് അവരെക്കുറിച്ച് അല്പമല്ലാത്ത സംശയമുളവായതുകൊണ്ടായിരിക്കണമല്ലോ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നവരോട് ചോദിക്കുവാനിടയായി തീർന്നത്. എന്നാൽ അവരുടെ മറുപടി പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി. അപ്പോൾ കർത്താവിൻ്റെ ദാസന്റെ അടുത്ത ചോദ്യം, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അത് യോഹന്നാന്റെ സ്നാനമാണ് എന്നവർ പറഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞത് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്. അവൻ്റെ പിന്നാലെ വരുന്നവനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളെ അവരോട് സംസാരിക്കുവാനിടയായി തീർന്നു. അത് സംസാരിച്ച് കേട്ടപ്പോൾ അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവർ സ്നാനമേൽക്കുകയും ചെയ്തു എന്നാണ് അവർക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ ശേഷം പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് വന്നു
അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ശ്രോതാക്കളെ, ഞാനിത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, അന്യഭാഷ അടയാളത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമെന്നും പരിശുദ്ധാത്മാവ് വന്നപ്പോഴെല്ലാം സ്തോത്രം അത് അടയാളമായി, അന്യഭാഷ അടയാളത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചത് എന്നൊക്കെയാണ് ചില വ്യക്തികൾ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കൽ തികച്ചും തെറ്റാണ് എന്ന് ഈ വചനഭാഗം നമ്മോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൂടിയിരുന്ന ജനത്തിൻ്റെ മേൽ വന്നപ്പോൾ അവർക്ക് ലഭിച്ച ആത്മാവ് അവർക്ക് നൽകിയ കൃപയനുസരിച്ചാണ് അവർ അന്യഭാഷകളിൽ സംസാരിച്ചത്. സ്തോത്രം. ആത്മാവ് പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് അന്യഭാഷ അടയാളത്തോടു കൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും തെറ്റാണ് എന്ന കാര്യം ബോധ്യപ്പെടുവാൻ താല്പര്യമുള്ളവർക്ക് ബോധ്യപ്പെടുക, അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കൊത്തവണ്ണമുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയാതെ പോയാൽ തീർച്ചയായിട്ടും ക്രിസ്തീയ ജീവിതം പരാജയമായി പോകും. ഒടുവിൽ സ്തോത്രം തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അത് ആർക്കും സംഭവിക്കരുത് എന്നാഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റി പഠിപ്പിക്കുവാൻ മനുഷ്യർക്ക് അവകാശമില്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതായ സ്തോത്രം തെറ്റായ പഠനം നടത്തുക എന്നുള്ളത് ദൈവസന്നിധിയിൽ നീതിയല്ല എന്ന് മനസ്സിലാക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച ആ 3 ഇടങ്ങളിലാണ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽ വരികയും ആത്മാവ് നൽകിയതുപോലെയാണ് അവർ അന്യഭാഷകളിൽ സംസാരിച്ചതായിട്ടും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ചിലർ മറ്റൊരു പഠിപ്പിക്കൽ നടത്തുന്നുണ്ട്. കാത്തിരുന്ന് അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് ചിലർ പഠിപ്പിക്കുന്നത് കേൾക്കുവാൻ കഴിയുന്നു. അതും തികച്ചും വചനവിരുദ്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം കാത്തിരുന്ന് അന്യഭാഷ അടയാളത്തോടു കൂടി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ കാത്തിരിക്കുന്നതിനെ കുറിച്ച് വചനം പറഞ്ഞത് നാം ശരിക്കും മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തി അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുന്നത് വെറും ദൈവവചന വൈരുദ്ധ്യമുള്ളതാണ്, അഥവാ ദൈവവചന വിരുദ്ധമാണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ വസ്തുത നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കാത്തിരിക്കണമെന്ന് പറഞ്ഞതും കാത്തിരുന്നതും ഇനി കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും എന്താണ് എന്ന് തിരുവചനത്തിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഏതെങ്കിലും സഭയുടെയോ സംഘടനയുടെയോ പഠിപ്പിക്കലനുസരിച്ചുള്ളതായ വഴികളല്ല നാം തിരഞ്ഞെടുക്കേണ്ടത്. തിരുവചനം നമ്മോട് എന്ത് സംസാരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. അത് മനസ്സിലാക്കി നാം പഠിച്ച് വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ മാത്രമേ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് നമുക്ക് ആ ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തോട് പറഞ്ഞതായ ഒരു കാര്യമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ യെരുശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞു.
സ്തോത്രം. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എന്നോട് കേട്ടതെല്ലാം പിതാവിൻ്റെ വാഗ്ദത്തമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അതിന് നിങ്ങൾ ഈ യെരുശലേം വിട്ട് മറ്റെവിടെയും പോകരുത്. നിങ്ങളിവിടെ തന്നെ അത് വരുവോളം, വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കുവോളം, അഥവാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുവോളം നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. സ്തോത്രം. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത നാൾ മുതൽ പെന്തക്കോസ്ത് നാൾ വരെ അവർ യെരുശലേമിൽ കാത്തിരുന്നതായിട്ട് നമുക്ക് വചനത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. ആ കാത്തിരിപ്പിന്റെ ഒടുവിൽ കർത്താവ് പറഞ്ഞതായ പിതാവിൻ്റെ വാഗ്ദത്തം അവരുടെ മേൽ ഇറങ്ങി വന്നതായിട്ടും അവരെല്ലാവരും ആത്മനിറവ് പ്രാപിച്ചുകൊണ്ട് അന്യഭാഷകളിൽ സംസാരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ അവർ സംസാരിക്കുകയും ചെയ്തു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. കർത്താവ് കാത്തിരിക്കുവാൻ പറഞ്ഞതും അങ്ങനെ ശിഷ്യന്മാർ കാത്തിരുന്ന് ആ വാഗ്ദത്തം അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് കർത്താവ് ഒരു കാര്യം അവരെ ഓർമ്മപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദത്തം ഇതിനിടയ്ക്ക് വെച്ച് പിൻവലിച്ച് ഇനി പിന്നെയും നിങ്ങൾക്ക് ആവശ്യമായി വരുമ്പോൾ നിങ്ങൾ കാത്തിരിക്കണമെന്നുള്ളതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം. വാഗ്ദത്തം ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു, തൻ്റെ വിശുദ്ധന്മാരുടെ മേൽ പകർന്നു. എന്നാൽ ഇപ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ആ വാഗ്ദത്തം കർത്താവ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കർത്താവിൻ്റെ വരവോളം, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. ഇതാണ് കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യം. അങ്ങനെ അവർ കാത്തിരിക്കുകയും കാത്തിരിപ്പിന് പെന്തക്കോസ്ത് നാളിൽ അവർക്ക് ആ വാഗ്ദത്തം ലഭിക്കുകയും ചെയ്തു. ഇനിയൊരു കാത്തിരിപ്പിൻ്റെ ആവശ്യമുള്ളതായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല, വാഗ്ദത്തത്തിന് വേണ്ടി അഥവാ പരിശുദ്ധാത്മാവിന് വേണ്ടി. എന്നാൽ മറ്റ് സ്തോത്രം കാത്തിരിപ്പിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യഭാഗത്തിൽ അവിടെ ഒരു കാത്തിരിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നീ വന്നത് ഉപകാരം. അത് പത്രോസിനോട് പറയുന്നതാണ്, കൊർന്നൊല്യോസിന്റെ ഭവനക്കാരായ ആളുകൾ. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ കർത്താവ് നിന്നോട് അറിയിച്ച കാര്യങ്ങൾ കേൾക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ദൈവ മുൻപാകെ കൂടിയിരിക്കുകയാണ് എന്ന് പത്രോസിനോട് കൊർന്നൊല്യോസിന്റെ ഭവനക്കാരായ ആളുകൾ പറഞ്ഞു. ഇവിടെ കാത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേൾക്കേണ്ടതിന് വേണ്ടി. സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി കാത്തിരിക്കുന്നത് സുവിശേഷം കേൾക്കുവാനും, രക്ഷിക്കപ്പെട്ടവർ കാത്തിരിക്കേണ്ടത് രക്ഷിതാവായി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനും വേണ്ടിയാണ് എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊർന്നൊല്യോസിന്റെ ഭവനക്കാർ ദൈവവചനം കേൾക്കേണ്ടതിനു വേണ്ടിയാണ് ദൈവം മുൻപാകെ കൂടിയിരിക്കുവാൻ അഥവാ കാത്തിരിക്കുവാൻ ഇടയായി തീർന്നത് എന്ന് ആ വചനഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. സംശയമുള്ളവർക്ക് വീണ്ടും വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യഭാഗമാണ്.
പിന്നീട് കാത്തിരിപ്പിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഇനി കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെയാണ്. സ്തോത്രം. അവൻ്റെ കടന്നുവരവിങ്കിൽ സംഭവിക്കുവാൻ പോകുന്നത്, സ്തോത്രം, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന അവൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നിങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാനിടയായി തീരുമെന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടി, വാഗ്ദത്തം പ്രാപിക്കുവാൻ വേണ്ടി അല്ല കാത്തിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രക്ഷിതാവിൻ്റെ വരവിനെയാണ് നോക്കി കാത്തിരിക്കേണ്ടത്. ഇന്ന് സകല പെന്തക്കോസ്തുകാരും യേശു ക്രിസ്തുവിൻ്റെ നാമധാരികളായ ആളുകൾ ഉൾപ്പെടെ കാത്തിരിപ്പ് യോഗം നടത്താറുണ്ട്. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയാണ് പലരും കാത്തിരിപ്പ് നടത്തുന്നത്. അങ്ങനൊരു വ്യവസ്ഥ വേദപുസ്തകത്തിലുള്ളതല്ല. അത് മാനസാന്തരപ്പെടാത്ത ആളുകളാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നത്. മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ എഫെസോസിലെ വിശ്വാസികളോട്, ആ സഹോദരന്മാരോട് പൗലോസ് ചോദിച്ചത് എന്താണ്? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നാണ്. അതിൻ്റെ കാരണം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കപ്പെടേണ്ടതാണ് പരിശുദ്ധാത്മാവ്. അത് വിശ്വസിച്ചിട്ട് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന് കാരണങ്ങളുണ്ട്. അതാണ് കർത്താവിൻ്റെ ദാസൻ്റെ പിന്നീടുള്ളതായ ചോദ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കും എന്ന് വേദപുസ്തകത്തിൽ വളരെ വളരെ വ്യക്തമായിട്ട് പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അതിപ്പോൾ സംസാരിക്കുവാനൊക്കെ സമയമില്ലാത്തതിനാൽ ഞാൻ അതേക്കുറിച്ച് വാക്യങ്ങളെടുത്ത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ആ രക്ഷിതാവിനെ കാണുവാനും അവനെ എതിരേൽക്കുവാനും അവനോടൊരുമിച്ച്, അവൻ്റെ വിശുദ്ധന്മാരോടൊരുമിച്ച് ആ സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയാണ് ഇനി ദൈവമക്കൾ കാത്തിരിക്കുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമധാരികളായ ആളുകൾ ഇനി ഇവിടെ കാത്തിരിക്കേണ്ടത് കാര്യമില്ല, കാത്തിരുന്നിട്ടും കാര്യമില്ല. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് ദൈവമക്കൾ കാത്തിരിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇതാണ് കാത്തിരിപ്പിന്റെ ഉദ്ദേശം. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് അവൻ രണ്ടാമതും പാപം കൂടാതെ പ്രത്യക്ഷനാകും. ഒരിക്കൽ അവൻ അർപ്പിക്കപ്പെട്ടു നമുക്ക് എല്ലാവർക്കും വേണ്ടി. ഇനി ഒരു യാഗം അവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട നടക്കുകയുമില്ല. ക്രിസ്തു അനേകരുടെ പാപം ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇനി അവൻ്റെ ആ വരവിനെ കാത്തു നിൽക്കുന്നവരാണ് രക്ഷിക്കപ്പെട്ട ദൈവജനം. അങ്ങനെയുള്ളവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, സ്തോത്രം, ശ്രോതാക്കളെ, വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിക്കൊള്ളേണ്ടത്,
സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൻ്റെ വസ്തുതകളെ നാം ഗ്രഹിച്ച് സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, മാനസാന്തരപ്പെടുക, പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരുടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചു കഴിയുമ്പോൾ ദൈവവചനത്തിൻ്റെ വസ്തുതകളെ ഗ്രഹിക്കുവാൻ ആത്മാവ് നിങ്ങളെ സഹായിക്കും. ഇല്ലാതെ ദൈവവചനത്തിൽ അന്തർലീനമായി കിടക്കുന്നതായ വസ്തുതകൾ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. അതുകൊണ്ട് വിശ്വസിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളെയും ദൈവമക്കളെയും ഒരിക്കൽ കൂടെ അതിനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരൻ, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് അല്പസമയം ദൈവവചനം സംസാരിക്കുവാൻ ഇടവന് ഭാഗ്യം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനവസരം ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, നന്ദിയോടെ പ്രിയനെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. ഈ വൈകിയ സമയത്തും നിന്റെ വചനത്തിലൂടെ അല്പസമയം സംസാരിക്കുവാൻ സ്വർഗം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. സംസാരിക്കപ്പെട്ടതായ വചനം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. ആരും നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ പല വരവെങ്കിൽ നിന്നോടുകൂടെ ചേർക്കപ്പെടുവാൻ യോഗ്യരായിരിക്കേണ്ടതിന് കർത്താവ് ഒരുക്കിക്കൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. നിന്റെ അഡ്മിന്മാരെയും ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ചാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മഹത്വം ചെയ്യട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി.